ഞങ്ങളതിലൊന്നും ഇടാൻ പോകുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങളല്ല പ്രതികൾ, ഞങ്ങളതിനകത്ത് കർശനമായി നടപടിയെടുത്തവരാണ്. ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ മറ്റു പാർട്ടിക്കാരോട് ചോദിക്കില്ല. അല്ല, കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞങ്ങൾ അതിലൊരു അസഹിഷ്ണുതയും കാണിക്കില്ല. ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു. മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ ആരും ഗോവിന്ദൻ മാഷോടോ പിണറായി വിജയനോടോ ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ താല്പര്യം കാണിച്ചില്ല. അത്ര എടുക്കുന്നത് അതിൽ ആ സ്ത്രീയുടെ മറ്റ് പേരും വിവരങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ആ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് KPCC പ്രസിഡന്റ് ചെയ്തതെന്താ, അത് നേരെ DGPക്ക് കൈമാറി. സാധാരണ പുള്ളി പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുകയുള്ളൂ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായിരുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായതുകൊണ്ട് ഈ പരാതിയിൽ അദ്ദേഹത്തെ കമ്മീഷൻ വെച്ച് അന്വേഷിക്കാനോ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കേൾക്കാനോ തയ്യാറല്ലാത്ത ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അതിപ്പോൾ DGPയുടെ കയ്യിലുണ്ട്. അന്വേഷണം തുടങ്ങി എന്ന് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസുമായി മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുകയാണ് കോടതി. ആ കോടതി വിധി വരട്ടെ. വന്നാലുടൻ ഞങ്ങളതിനെ സംബന്ധിച്ച് ആ കോടതി വിധിയുടെയും കൂടി പശ്ചാത്തലത്തിൽ ഈ രണ്ടാമതൊരു പരാതിയും കൂടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഏകകണ്ഠമായ ഒരു തീരുമാനം ഞങ്ങളുണ്ട്. മുൻപ് ലഭിച്ച പരാതികളിൽ ഒരു നീതിയുക്തമായ തീരുമാനം എടുക്കുന്നതിൽ KPCCക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ലല്ലോ. 15ഓളം പരാതികൾ ഇല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വിശ്വസനീയമല്ല. ആദ്യം കിട്ടുന്ന പരാതി KPCC പ്രസിഡന്റിന് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ്. മാത്രമല്ല, ഈ അതിജീവിതയുടെ പരാതിയുടെ സ്ഥിതി എന്താ? അവരെഴുതി കൊടുത്തതും മുഖ്യമന്ത്രിയെ കണ്ടു കൊടുത്തതും എപ്പോഴാണ്? 3 മാസത്തിന് ശേഷം ഇല്ലേ? ഒരു പരാതി രേഖാമൂലം ഗവൺമെന്റിന്റെ മുമ്പിൽ കിട്ടുന്നത് എപ്പോഴാണ്? അതും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പരാതി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ആഫീസ് ഏതാണ്ട് പോലീസ് സ്റ്റേഷനായി മാറി. ആ പരാതി അവർ സ്വമേധയാ കൊടുത്തതാണോ സമ്മർദ്ദങ്ങളുടെ പേരിൽ കൊടുത്തതാണോ? അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. പരാതി വൈകി എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം ഇല്ലാതാക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ പോലീസിന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 3 മാസം വൈകിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിജീവിത ആ കാര്യത്തിൽ കാണിച്ച ആ കാലവിളംബം ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് കോടതിക്ക് തന്നെ തടസ്സമായി വന്നില്ലേ? അത്രയേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. കാരണം ഇതിനു മുമ്പ് MLA-മാരുടെ പേരിൽ ഇതുപോലുള്ള ലൈംഗിക ആരോപണ കേസുകൾ വന്നു. ആ MLA-മാരെല്ലാം ഇപ്പോൾ നിയമസഭയിൽ ചിരിച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പരാതി വന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വളരെ മാതൃകാപരമായ നടപടി, ധാർമ്മികമായ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടാണ്. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത നടപടി. KPCCക്ക് ഒരു പരാതി കിട്ടുന്നത് 2 ദിവസം മുമ്പാണ്. ആ പരാതിയിന്മേൽ അപ്പം തന്നെ പ്രസിഡന്റ് ആക്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ എടുക്കട്ടെ. ഞങ്ങളതിലൊന്നും ഇടാൻ പോകുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങളല്ല പ്രതികൾ, ഞങ്ങളതിനകത്ത് കർശനമായി നടപടിയെടുത്തവരാണ്. ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ മറ്റു പാർട്ടിക്കാരോട് ചോദിക്കില്ല. അല്ല, കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞങ്ങൾ അതിലൊരു അസഹിഷ്ണുതയും കാണിക്കില്ല. ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു. മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ ആരും ഗോവിന്ദൻ മാഷോടോ പിണറായി വിജയനോടോ ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ താല്പര്യം കാണിച്ചില്ല. അത്രയേ ഉള്ളൂ.